അതായത് UDF ഇപ്പോൾ 6 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. LDF ഒരു സ്ഥലത്തും ലീഡ് ചെയ്യുന്നു. തപാൽ വോട്ടുകളാണ് എണ്ണുന്ന. കൊല്ലത്ത് മുകേഷ് LDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. മറ്റുള്ളിടത്ത് തിരുവനന്തപുരത്ത് തരൂർ, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്, അതുപോലെ എറണാകുളത്ത് ഹൈബി ഈഡൻ, അതുപോലെ പാലക്കാട് UDF ആണ്. കോട്ടയത്ത് UDF 38 വോട്ടിന് ലീഡ് ചെയ്യുന്നു. പാലക്കാട് ആലത്തൂർ രമ്യ ഹരിദാസ് ലീഡ് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ കോട്ടയത്ത് UDF ലീഡ് ചെയ്യുന്നു 38 വോട്ട്. അതുപോലെ അട്ടിമറി CA അരുൺകുമാർ LDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. അവിടെ കൊടിക്കുന്നിൽ സുരേഷാണ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി. അപ്പോൾ ഡോക്ടർ തരൂർ, അടൂർ പ്രകാശ്, CA അരുൺകുമാർ LDF സ്ഥാനാർത്ഥിയാണ്. ND 83, ഇന്ത്യ സഖ്യം 35, ND 83, ഇന്ത്യ സഖ്യം 35, മറ്റുള്ളവർ 6. ഭയങ്കര മുന്നേറ്റം. 86 സീറ്റുകളിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ NDA ലീഡ് ചെയ്യുന്നു. 36 ഇടത്ത് ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നു. 86-36. സംസ്ഥാനത്ത് 6 ഇടങ്ങളിൽ UDF സ്ഥാനാർത്ഥികളും 3 സ്ഥലങ്ങളിൽ LDF. തൃശൂർ LDF സുൽകുമാർ, അവിടെ സുരേഷ് ഗോപിയും K മുരളീധരനുമാണ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥികൾ. അതുപോലെ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് ലീഡ് ചെയ്യുന്നു. അവിടെ മലപ്പുറത്ത് UDF ET മുഹമ്മദ് ബഷീറിന് 43 വോട്ടിന്റെ ആദ്യ ലീഡുണ്ട്. മലപ്പുറത്ത് UDF മുന്നിലാണ്. 5 വോട്ട് ലീഡ്. രമ്യ ഹരിദാസ് 5 വോട്ട് ലീഡ്. ശശി തരൂർ 9 വോട്ടിന് മുന്നിലാണ്. അതുപോലെ NDA ഇപ്പോൾ 88 സ്ഥലങ്ങൾ ലീഡ് ചെയ്തു. ഇന്ത്യ മുന്നണി 87. അതേസമയം കേരളത്തിൽ ഇപ്പോൾ UDF സ്ഥാനാർത്ഥികൾ കൂടുതൽ ലീഡ് ചെയ്യുന്നതിന്റെ സൂചനയാണ് വരുന്നത്. ഇതെല്ലാം പോസ്റ്റലോട്ടാണ്. അതായത് 9 സ്ഥലങ്ങളിൽ ഇപ്പോൾ UDF കേരളത്തിൽ ഇപ്പോൾ UDF 8 ഇടങ്ങൾ ലീഡ് ചെയ്യുന്നു. അതുപോലെ LDF സ്ഥാനാർത്ഥി 3 ഇടങ്ങളിൽ. പറയൂ. NDA 95, ഇന്ത്യ മുന്നണി 40, മറ്റുള്ളവർ 6. 95-46 ദേശീയ കണക്ക്. കേരളത്തിൽ UDF 8, LDF 3, NDA 0. 8-3-0. കേരളത്തിൽ മണ്ഡലം പറയും. തിരുവനന്തപുരത്ത് UDF, ആറ്റിങ്ങൽ UDF, കൊല്ലത്ത് മുകേഷ്, CA അരുൺകുമാർ, ഫ്രാൻസിസ് ജോർജ് ലീഡ് ചെയ്യുന്നു. ഹൈബി ഈഡൻ UDF, ബെന്നി ബഹനാൻ ലീഡ് ചെയ്യുന്നു. VS സുനിൽകുമാർ തൃശൂർ, രമ്യ ഹരിദാസ് ആലത്തൂർ, VK ശ്രീകണ്ഠൻ പാലക്കാട്, ET മുഹമ്മദ് ബഷീർ, MV ബാലകൃഷ്ണൻ. അപ്പോ 1, 2 ഇപ്പൊ എത്രയാണ്? 4 ഓക്കെ. ഇപ്പോൾ 95 ഇടങ്ങളിൽ NDA ലീഡ് ചെയ്യുന്നു. അത് ഇന്ത്യ മുന്നണി 40 ഇടങ്ങളിൽ മാത്രം. 95 സെഞ്ചുറി അടിച്ചു ആരെങ്കിലും. ഇപ്പോൾ 8 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. LDF സ്ഥാനാർത്ഥികൾ 4 പേർ ലീഡ് ചെയ്യുന്നു. ഡോക്ടർ തരൂർ, അടൂർ പ്രകാശ്, ഇന്ത്യ സഖ്യം 40-39 താഴ്ന്നു. 103 ഇടങ്ങളിൽ NDA 39, 139. ഇന്ത്യ മുന്നണി 39. ഞങ്ങളെപ്പോഴും കൂടുതൽ നേടുന്നവരുടെ പേരായിരിക്കും ആദ്യം പറയുക. NDA 103, NDA 39. ചാലക്കുടിയിൽ ബെന്നി ബഹനാൻ ലീഡ് ചെയ്യുന്നു. ഇപ്പോൾ 7 ഇടങ്ങളിൽ UDF-ഉം 5 ഇടങ്ങളിൽ LDF. NDA 114 ലീഡ് ഉയർത്തുന്നു. ഇന്ത്യ സഖ്യം 39, UDF 7, LDF 5. കേരളത്തിൽ UDF 7, LDF 5. കേരളത്തിൽ 7-5. ദേശീയ തലത്തിൽ NDA 114, 39. ഇന്ത്യ മുന്നണി 39, NDA 114. വാരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലീഡ് ചെയ്യുന്നു. ഗാന്ധിനഗറിൽ അമിത്ഷാ ലീഡ് ചെയ്യുന്നു. മണ്ഡിയിൽ കങ്കണ റാവത്ത് ലീഡ് ചെയ്യുന്നു. അസംഘട്ടിൽ ധർമ്മേന്ദ്ര യാദവ് ലീഡ് ചെയ്യുന്നു. ബാരാമുള്ളയിൽ ഒമർ അബ്ദുള്ള പിന്നിലാണ്. ഉധംപൂരിൽ ജിതേന്ദ്ര സിംഗ് പിന്നിലാണ്. ഇത് എന്താണ് വോട്ടെണ്ണൽ തുടങ്ങി. ലീഡ് ചെയ്യുന്നു. കനൌജിൽ അഖിലേഷ് യാദവ് ലീഡ് ചെയ്യുന്നു. നാഗ്പൂരിൽ നിതിൻ ഗഡ്കരി ലീഡ് ചെയ്യുന്നു. 3 സ്ഥലങ്ങൾ. ബാരാമതി, കനൌജ്. കൊല്ലത്ത് M മുകേഷ് 32 വോട്ടുകൾക്ക് മുന്നിലാണ്. കൊല്ലത്ത് M മുകേഷ് ലീഡ് ചെയ്യുന്നു 32 വോട്ടുകൾക്ക്. ഇപ്പോൾ UDF LDF ഒപ്പത്തിനൊപ്പം തപാൽ വോട്ടിൽ കട്ടക്കിയാട്ട. 7 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. 6 ഇടങ്ങളിൽ UDF-ഉം LDF 7 ഇടങ്ങളിലും ലീഡ് ചെയ്യുന്നു. 6-7. ദേശീയ തലത്തിൽ NDA 117 ഇടങ്ങളിൽ, ഇന്ത്യ 117-43. ആലപ്പുഴയിൽ KC വേണുഗോപാലിന് ലീഡ്. പത്തനംതിട്ടയിൽ LDF 12 വോട്ടിന് മുന്നിൽ. ഷോക്കിംഗ്. LDF 8 ഇടങ്ങളിലും UDF 5 ഇടങ്ങളിലേക്കും 5-8. LDF 8, UDF 5. 8-5. LDF 135-52 ദേശീയ ടാലി. ദേശീയ തലത്തിൽ NDA 135.
135. 52 ഇന്ത്യ സഖ്യം. ഓക്കെ, 135, 52, 135, ഇടുക്കിയിൽ 52. ജോയ്സ് ജോർജിന് ലീഡ്. ഇടുക്കിയിൽ ജോയ്സ് ജോർജിന് ലീഡ് 28 ലീഡ് ചെയ്യുന്നു. ഇടുക്കിയിൽ വിജയകുമാർ, സർപ്രൈസ് ന്യൂസ് ഫോർ യു. Yes. നമ്മൾ വീണ്ടും സെഞ്ചുറി, മൂന്നാമത്തെ സെഞ്ചുറി, 301. Oh. അതായത് Yes, yes, yes. 300 കടന്നിരിക്കുന്നു യൂട്യൂബ് പ്രേക്ഷകർ. യൂട്യൂബിൽ, okay. നന്ദി, 300. thank you, thank you, thank you, thank you. Thank you, my dear Thank you. പ്രേക്ഷകർ. ഈ പ്രേക്ഷകർ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട്. ഇത് വള്ളമില്ല വഞ്ചനയില്ല, വള്ളമില്ല വഞ്ചനയില്ല, റിയൽ പ്രേക്ഷകർ. കള്ളമില്ല, കാപട്യമില്ല. കാപട്യമില്ല. ഇതാണ് ഒറിജിനൽ. അതെ, ഇത് അതെ. original. SK. വിജയകുമാർ, ആ. ഞാൻ പാടിപ്പോകുന്നു. മാവേലി നാട് വാണിയിടും കാലം. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെ ശശി തരൂരിന്റെ ലീഡ് 16. 16 വോട്ട്. ബെന്നി ബെഹനാന്റെ ലീഡ് 124 ഉയർന്നു. അപ്പോൾ എൻ ഡി എ ഇപ്പോൾ 137 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു. എൻ ഡി എ 52, 138, ഇപ്പോൾ 138, 138. 52 ഇന്ത്യ മുന്നണി 132, 52. ഇപ്പോൾ എൽ ഡി എഫ് 10 ഇടങ്ങൾ ലീഡ് ചെയ്യുന്നു. യു ഡി എഫ് 6 ഇടങ്ങളിലും ലീഡ് ചെയ്യുന്നു. എൻ ഡി എ 139 സ്കെയിൻ 144, എൻ ഡി എ 144 കയറുന്നു. 144. എൻ ഡി എ സഖ്യം 144, 144. എൻ ഡി എ സഖ്യം 144. 5-2. എസ് കെ, ഇത് എന്താണ് ഇത്? എക്സിറ്റ് പോളുകൾക്ക് സമാനമായ രീതിയിലുള്ള സൂചനയാണോ എന്നറിയില്ല. ഡോക്ടർ ശശി തരൂർ ഇപ്പോൾ തിരുവനന്തപുരത്ത് 16 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഡോക്ടർ ശശി തരൂർ ഫ്രം ട്രിവാൻഡ്രം 16 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഇപ്പോൾ യു ഡി എഫ് 7 ഇടങ്ങളിലും അതുപോലെ എൽ ഡി എഫ് 9 ഇടങ്ങൾ ലീഡ് ചെയ്യുകയാണ്. യു ഡി എഫ് 7, എൽ ഡി എഫ് 9. ഒന്നുകൂടെ കേട്ടോളൂ, യു ഡി എഫ് 7, എൽ ഡി എഫ് 9. ദേശീയ തലത്തിൽ 157, 62 ഉയരുകയാണ് ഇന്ത്യ സഖ്യം. 157. ഇന്ത്യ സഖ്യം 62, മറ്റുള്ള 8. എസ് കെ, കേരളത്തിലേക്ക് വന്നാലോ? എൽ ഡി എഫ് 9, യു ഡി എഫ് 7, എൽ ഡി എഫ് 9, യു ഡി എഫ് 8, യു ഡി എഫ് 8, എൽ ഡി എഫ് 9. അയ്യോ, കട്ടക്ക് കട്ട, രോമാഞ്ചത്തിന് രോമാഞ്ചം. 8 യു ഡി എഫ് 8, എൽ ഡി എഫ് 9, 8, 9. എസ് കെ, തപാൽ വോട്ടുകളാണ്. ആദ്യഘട്ടത്തിൽ സൂചനയാണോ ഒന്നും പറയാൻ പറ്റില്ല, ഏതൊരു ട്രെൻഡാണെന്നും പറയാൻ കഴിയില്ല. സമയം 8:16 ആവുന്നുള്ളൂ. 8:20, 8:00 കൂടിയാണ് ഇ വി എം തുടങ്ങുക. അങ്ങനെ അപ്പോഴാണ് യഥാർത്ഥ റിയൽ സൂചന വന്നു തുടങ്ങി. ഇത് തപാൽ വോട്ടാണ്. തപാൽ വോട്ട് ഏതെങ്കിലും ഒരു ദിശാസൂചികയാണോ എന്നറിയില്ല. ദിശാസൂചികയാണെങ്കിൽ ഈ ദിശാസൂചിക വല്ലാത്ത സൂചികയാണ്. ഈ കേരളത്തിൽ വല്ലാത്ത സൂചികയാണ്. യു ഡി എഫ് 8, എൽ ഡി എഫ് 9. യു ഡി എഫ് 8, എൽ ഡി എഫ് 9. ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ എൻ ഡി എ 157 ഇടങ്ങൾ ലീഡ് ചെയ്യുന്നു. അതേപോലെ എൻ ഡി എ നമ്മൾ കാണുമ്പോൾ 62 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു. അപ്പൊ 157, 62 സംസ്ഥാനത്തേക്ക് വന്നാൽ കേരളത്തിൽ 8 യു ഡി എഫും 9 എൽ ഡി എഫും ലീഡ് ചെയ്യുന്നു. ഡോക്ടർ തരൂർ, വി ജോയ്, എം മുകേഷ്, അരുൺകുമാർ, ഡോക്ടർ തോമസ് ഐസക്, കെ സി വേണുഗോപാൽ, കെ ഫ്രാൻസിസ് ജോർജ്, ഡീൻ കുര്യാക്കോസ്, ഐ ബി ഗിഡൻ ഇവരെല്ലാം ലീഡ് ചെയ്യുന്നു. മുകേഷ് ലീഡ് നില ഉയർത്തി 67 വോട്ടാക്കി. ലീഡ് നില ഉയർത്തി. കൊല്ലത്ത് മുകേഷിന്റെ ലീഡ് നില 67 ഉയർന്നു. ചാലക്കുടിയിൽ എൽ ഡി എഫ് മുന്നിലായിരിക്കുന്നു 6 വോട്ടിന്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് മുന്നിലാണ്. ദേശീയ തലത്തിൽ 157 ഇടങ്ങളിൽ എൻ ഡി എ സഖ്യം ലീഡ് ചെയ്യുന്നു. അവിടെ ഇന്ത്യ മുന്നണിക്ക് 62 ഇടങ്ങളിൽ ഇപ്പോൾ പോസ്റ്റൽ വോട്ടാണ്, തപാൽ വോട്ടുകളാണ് എണ്ണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് ഒരു ജസ്റ്റ് ഒരു സൂചന മാത്രമാണ്. ഇതൊക്കെ മാറി 73 വോട്ടിന് മുന്നിൽ. ആറ്റിങ്ങലിൽ വി ജോയ് 73 വോട്ടിന്. രാജീവ് ചന്ദ്രശേഖർ 5 വോട്ടുകൾക്ക് മുന്നിൽ. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് 5 വോട്ടുകൾക്ക് മുന്നിൽ. തപാൽ വോട്ടെണ്ണുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി 5 വോട്ടുകൾക്ക് മുന്നിൽ. അപ്പൊ ആദ്യമായി എൻ ഡി എക്ക് ഒരു ലീഡ്. അപ്പോ 8-9 അല്ലേ? അപ്പൊ മാറ്റിക്കോളൂ, സ്ക്രീനിൽ മാറ്റിക്കോളൂ. ആരാണ് മാറ്റിക്കോളൂ. ശരി, എൽ ഡി എഫ് 9-1. തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് എൻ ഡി എ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ എന്നുള്ള ആ ചോദ്യത്തിന് തിരുവനന്തപുരത്ത് ചെറിയൊരു മറുപടി വരുന്നു. അവിടെ രാജീവ് ചന്ദ്രശേഖർ ചെറിയൊരു ലീഡിൽ നിൽക്കുകയാണ്. തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ തിരുവനന്തപുരത്ത് 5 വോട്ട്. ഇതുവരെ ഡോക്ടർ തരൂരായിരുന്നു മുന്നിൽ. എന്നാൽ അത് മാറി മറിഞ്ഞിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ 5 വോട്ട് ലീഡ് ചെയ്യാണ്. ഹൈബി ഈഡന്റെ ഭൂരിപക്ഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.